തൃശൂരിൽ ഇടിമിന്നലേറ്റ് 2 പേർക്ക് ദാരുണാന്ത്യം. വലപ്പാട് സ്വദേശി നിമിഷ, വേലൂർ സ്വദേശി ഗണേശൻ എന്നിവരാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ ഇടിമിന്നലേറ്റ് വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഇടിമിന്നലേറ്റ് 2 മരണങ്ങളാണ് ഇന്ന് തൃശൂരിലുണ്ടായത്. വലപ്പാട് കോതകുളം വാഴൂർ ക്ഷേത്രത്തിനടുത്ത് വേളക്കാട്ട് വീട്ടിൽ സുധീരന്റെ ഭാര്യ 42 വയസ്സുള്ള നിമിഷ ഇന്ന് രാവിലെയാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. വീടിന് പുറത്തുള്ള ബാത്റൂമിൽ വെച്ചാണ് നിമിഷയ്ക്ക് ഇടിമിന്നലേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടിമിന്നലേറ്റ് ബാത്റൂമിന്റെ കോൺക്രീറ്റ് തകർന്നിട്ടുണ്ട്. ബൾബും ഇലക്ട്രിക് വയറുകളും കത്തിക്കരിഞ്ഞു. വേലൂർ കുറുമാലിൽ സ്വദേശി തോപ്പിൽ വീട്ടിൽ 50 വയസ്സുള്ള ഗണേശനാണ് ഇടിമിന്നലേറ്റ് മരിച്ച മറ്റൊരാൾ. വീടിനകത്തിരിക്കുമ്പോഴാണ് ഗണേശന് ഇടിമിന്നലേറ്റത്. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് ഇടിമിന്നലിൽ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. വീടിന് കേടുപാടും സംഭവിച്ചു. പുല്ലൂറ്റ് പന്തലാലുക്കൽ ക്ഷേത്രത്തിന് സമീപം നാലുമാക്കൽ പ്രേംലാലിന്റെ വീട്ടിലാണ് നാശനഷ്ടമുണ്ടായത്. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ശക്തമായ ഇടിമിന്നലിൽ വീട്ടിലെ TV, ഫാനുകൾ തുടങ്ങിയവയും കത്തിനശിച്ചു. ഇലക്ട്രിക് സ്വിച്ചുകൾ പൊട്ടിത്തെറിച്ചതായും വീട്ടുകാർ പറഞ്ഞു. വീടിന്റെ ടെറസിനും കേടുപാടുകൾ സംഭവിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.